എന്നും ഖുർആനിന്റെ ശബ്ദം കൊണ്ട് മുഖരിതമാകുന്ന സന്തോഷമാകുന്ന വീട്ടില് മലക്കുകൾ സദാ കാവലിനുണ്ട്. അവരുടെ മേൽനോട്ടമുണ്ട്, അവരുടെ പരിചരണമുണ്ട്. ചെറിയ മക്കളാ വീട്ടിലില്ലേ, ഖുർആനിന്റെ ശബ്ദം കേട്ടിട്ട് ആ വീട്ടിൽ തപസ്സിരിക്കുന്ന മലക്കുകളെ കാണാൻ കഴിവുള്ളവരാണ് ചെറിയ മക്കള്. അവര് ഉറക്കത്തിൽ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പലപ്പോഴും താളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ശുദ്ധമായ ഒന്നും കലരാത്ത നല്ല മനസ്സ്, ആ നല്ല കണ്ണ്, ആ നല്ല ശരീരം മലക്കുകളെ കാണും കേട്ടോ. അവരോട് സംവദിക്കും, അവരോട് താളം പിടിക്കും, അവരെ നോക്കിക്കൊണ്ട് ചിരിക്കും. അതാ കുട്ടികളുടെ വിശുദ്ധി കൊണ്ട് കിട്ടുന്നൊരു സന്തോഷമാണ്. അതിന് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വീട്ടിൽ തന്നെ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് മനസ്സമാധാനം വേണോ? പരസ്പര ഐക്യം വേണോ? ഖുർആൻ അധികരിപ്പിക്കാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം കേട്ടില്ലേ? അക്സിറൂ തിലാവത്തൽ ഖുർആനി ഫീ ബുയൂതിക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഖുർആനോത്ത് നിങ്ങൾ കൂടുതലാക്കണം. ഫഇന്നൽ ബൈത്തല്ലദീ ലാ യുഖ്റഉ ഫീഹി ഖുർആൻ, ഖുർആനോത്ത് നടത്തപ്പെടാത്ത വീട്, ഖുർആനോത്തില്ലാത്ത വീട്, യഖില്ലു ഖൈറുഹു, അവിടെ നന്മ കുറഞ്ഞു പോകും. വയക്സുറു ശർറുഹു, എടങ്ങേറ് അധികരിക്കും, ബുദ്ധിമുട്ട് കുറയൂല. വയദീഖു അലാ അഹ്ലിഹി, ആ വീട്ടിൽ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് സമാധാനം കുറഞ്ഞു പോകും. അവരെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുങ്ങിപ്പോകും.